ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡ്രോ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഡൊറോത്തീസ് ഹൗസ് ലാൻഡഡ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. നമ്മൾ ഡൊറോത്തിയുടെ ആ ഒരു വീട് പറന്ന് പോയിട്ട് അല്ലേ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ലാൻഡിലെത്തിയത് കണ്ടു. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്സൈഡ്. ഡൊറോത്തി പുറത്തേക്ക് നോക്കി. ഷീ സോ ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, ബേർഡ്സ് and trees. Complete the picture and color it. Draw flowers, butterflies and leaves on the plants and color the picture. അല്ലേ, അപ്പോൾ ആ ഒരു പിക്ചറിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈസ് ഫ്ലവേഴ്സ് ഒക്കെ വരച്ചിട്ട് കളർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദൊറോത്തിനെയും ദൊറോത്തി നോക്കുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ പിക്ചേഴ്സ് തന്നാൽ അതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ആൻഡ് കോംപ്രഹെൻഡ് ആണ്. Read the story given below. Sunny always wanted to have a bicycle of his own, but his father was not rich enough to buy one. Sunny never complained about this. One day, Sunny was on his way to school and then he saw a boy on a cycle. While turning around a corner, the cycle skidded and the boy fell down. Sunny ran to him and helped him get up. The boy was badly injured. Sunny took him to the hospital and then helped him reach home. ഇങ്ങനെ ഒരു സ്റ്റോറിയോ ഒരു പാരഗ്രാഫോ തന്നു കഴിഞ്ഞാൽ അതാദ്യം നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. The boy was the son of a rich businessman. He gladly gave the cycle to Sunny as a present. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആൻസർ ദ ഫോളോയിങ്. Sunny's father was not rich enough to buy a dash. എന്താണ്, കാറാണോ, ടോയ് ആണോ, ബൈസൈക്കിൾ ആണോ, സ്കൂട്ടർ ആണോ? ബൈസൈക്കിൾ ആണ്. Then Sunny was on his way to dash. മാർക്കറ്റ് ആണോ, ചർച്ചാണോ, സ്കൂളാണോ, പ്ലേ ഗ്രൗണ്ട് ആണോ? അതുപോലെ തന്നെ ഫൈൻഡ് ഔട്ട് വേർഡ് ഫ്രം പാസേജ് ദാറ്റ് മീൻസ് ഗോട്ട് ഹേർട്ട്. ഏതാണ്, എന്താണ്, സ്കിപ്പഡ്, ഫെൽ ഡൗൺ, ഏതാണ്, ഇഞ്ചേർഡ് ആണ് അല്ലേ. സെക്കൻഡ് എങ്ങോട്ടാണ് പോയത്, സ്കൂളിലേക്കാണ് അല്ലേ. അതുപോലെ തന്നെ നാലാമത്തത് എന്താണ്, സണ്ണി ഹെൽപ്ഡ് ഹിം ഗെറ്റ് ബാക്ക് ടു ഹിം ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ദെൻ ഹെൽപ്ഡ് ഹിം റീച്ച് ഹോം അല്ലേ. ഫിഫ്ത്ത് ആൻസർ വരുന്നത് ടൈംലി ഹെൽപ്ഡ് എന്നാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ ചാനലിലിടുന്ന വീഡിയോസ് പിന്നീട് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യന് ഹൗ ഡിഡ് സണ്ണി ഹെൽപ്പ് ദ ബോയ് എന്നും റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി എന്നുമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആക്ടിവിറ്റി തേർഡ് എന്ന് പറയുന്നത് അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദ ഫോളോയിങ് 4 ആക്ടിവിറ്റീസ് ആണ്. ഡിസ്ക്രിപ്ഷൻ ആണ്. സണ്ണി റീച്ച്ഡ് ദ ബോയ്സ് ഹൗസ്. ഹി സോ ദ സൺ ഓഫ് എ റിച്ച് ബിസിനസ്മാൻ. വെൻ സണ്ണി entered the boy's house, he was wonderstruck. അപ്പോൾ ഡിസ്ക്രൈബ് ദ ഹൗസ്, ഹൗസിനെ കുറിച്ചിട്ട് വിവരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ വെരി ബിഗ് ഹൗസ്. ദ ലിവിംഗ് റൂം ഈസ് വെരി സ്പേഷ്യസ്. ദർ ആർ ബ്യൂട്ടിഫുൾ പീസസ് ഓഫ് ഫർണിച്ചർ ഇൻ ദ റൂം. എ ടീപോയ് is in center of the room. There is a flower vase with fresh flowers on the teapot. There is a painting on the wall. A fan is also there in the room. അല്ലേ, പിക്ചർ നോക്കിയിട്ട് എഴുതാവുന്നതാണ്. ഇനി കോൺവെർസേഷൻ ആണ്. റോക്കി പുൾ ദ ഫോളൻ ബ്രാഞ്ചസ് ഓൺ ട്രീ ആൻഡ് സേവ് ദ ക്രോ. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഷീ താങ്ക്ഡ് റോക്കി. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ക്രോ പറയാണ് താങ്ക് യു റോക്കി എന്നല്ലേ. അപ്പോൾ റോക്കി എന്ത് പറയും? യു ആർ വെൽക്കം എന്ന് പറയുന്നുണ്ട്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബി നോ പ്രോബ്ലം ഡോണ്ട് വെറി ആണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക? ബി ഐ ടുക്ക് യുവർ ഫുഡ്, ഐ എം സോറി എന്ന് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ ഐ ഹാഡ് എ ഗുഡ് ലഞ്ച് ബട്ട് യു സേവ് മൈ ലൈഫ്. സി എന്തായിരിക്കും? ഐ ഫെൽറ്റ് പിറ്റി ഫോർ യുവർ ചിക്സ് എന്നാണ് ആൻസർ പറയുന്നത്. അപ്പോൾ സി എന്തായിരിക്കും? വൈ ഡിഡ് യു സേവ് മീ? നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? ദെൻ ഡി ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, യു ആർ വെരി ഗുഡ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് എന്താ പറയുന്നത്? ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, നമുക്ക് കൂട്ടുകാരാവാം. അപ്പോൾ കോൺവെർസേഷൻ എഴുതാനൊന്നും മറക്കരുതേ. കോൺവെർസേഷൻ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു പോവാം കേട്ടോ.
Then thoughts ആണ്. The crow saw Rocky trying to climb up the tree. Her nest was on that tree. What would be her thoughts? അവളുടെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ള ചിന്തകൾ അല്ലേ. തോട്ട്സ് എങ്ങനെ എഴുതാം നോക്കാം നമുക്ക്. Oh God, that dog is climbing the tree. Did he see my nest? My chicks are in the nest. Will he catch my chick? Who will help me? Oh God, please help me. അല്ലേ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോട്ട്സ് അല്ലേ, ചിന്തകൾ എഴുതി പരിശീലിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ കേട്ടോ. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി പെയറിംഗ് ഓഫ് വേർഡ്സ് ആണ്. ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പെയർ ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ബീസ് ബസ്ഡ് ആണ്, ബിയുടെ സൗണ്ട് ബസ്ഡ് ആണ്. അതുപോലെയുള്ള കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ബീസ്, ബേബി, ഹിസ്ഡ്, ടിക്ഡ്, സ്നേക്ക്, ബെൽസ്, ഗിഗ്, ബസ്ഡ്, ക്ലോക്ക്, ലിവ്ഡ്, ജിങ്കിൾഡ്, റസ്റ്റിൽഡ്. എങ്ങനെ എഴുതാം നമുക്ക്? സ്നേക്ക് എന്ന സൗണ്ട് ഹിസ്ഡ്, ക്ലോക്ക് ടിക്ഡ്, ബേബി ഗിഗിൾഡ്, ബെൽസ് ജിങ്കിൾഡ്, ലീവ്സ് റസ്റ്റിൽഡ്. അല്ലേ, ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മറ്റ് സബ്ജക്റ്റൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. All the very best.